ഈജിപ്തിലെ കല്ലറ അധ്യായം 3 നോവൽ തുടർച്ച. രാത്രി ഒരയാൾ മുറിക്കുള്ളിലുണ്ടായിരുന്നു. ഒരു പരിചാരകൻ പറഞ്ഞു. അപ്പോഴാണ് പുറത്തുനിന്നും മറ്റൊരു പരിചാരകൻ ഓടിക്കിതച്ചു വന്നത്. അങ്ങുന്നേ, സാലിഫ്രോഡറിൻ്റെ വാച്ചും തൊപ്പിയും ചതുപ്പിൽ കിടപ്പുണ്ട്. മുഹമ്മദ് ഗസ്നിക്ക് ഒരു ഞെട്ടലുണ്ടായി. സാലിഫ്രോഡർ ചതുപ്പിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഗസ്നി അങ്ങനെ സംശയിച്ചു. അപ്പോൾ ഫോൺ ശബ്ദിച്ചു. ഗസ്നി റിസീവർ എടുത്തു. ഡാഡി, ഇത് ഞാനാ, മൻസൂർ. സുഡാനിൽ നിന്നും വിളിക്കുന്നു. നാളെ രാവിലെ ഞാൻ അവിടെ എത്തും. ഗസ്നിയുടെ മകൻ മൻസൂർ ആയിരുന്നു അത്. മൻസൂർ മുഹമ്മദ് ഗസ്നി. സുഡാനിൽ പ്രശസ്തമായ ഒരു കമ്പനിയുടെ ഉടമയാണ് അദ്ദേഹം. വർഷങ്ങളായി സുഡാനിൽ തന്നെയാണ് മൻസൂറും കുടുംബവും താമസിച്ചത്. പിതാവിനെ പോലെ എല്ലാ രാജ്യങ്ങളിലും തൻ്റെ കമ്പനികളുടെ ബ്രാഞ്ചുകളുണ്ട്. ഗസ്നിയിൽ നിന്നുമാണ് ക്ലിയോപാട്രയുടെ മമ്മി പേടകത്തിൻ്റെ കാര്യം മൻസൂർ അറിഞ്ഞത്. ഗസ്നിയെപ്പോലെ തന്നെ പുരാവസ്തുവിൽ കമ്പമുള്ളയാളാണ് മൻസൂറും. മൻസൂർ മൂതിയിലേക്ക് വരുന്നതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ഉദ്ദേശം ക്ലിയോപാട്രയുടെ മമ്മി പേടകം സുഡാനിലേക്ക് കൊണ്ടുപോകണം എന്നത് തന്നെയാണ്. തൽക്കാലം ഈ വിവരമൊന്നും ഗസ്നിയെ അറിയിച്ചിരുന്നില്ല. മൻസൂർ വിവാഹം കഴിച്ചിരുന്നത് ഒരു സുഡാൻകാരിയെയാണ്. അലന എന്നായിരുന്നു അവളുടെ പേര്. അവർക്കൊരു പുത്രനുമുണ്ടായിരുന്നു, മുഹമ്മദ്. 5ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അലനുമായുള്ള വിവാഹത്തിൽ ഗസ്നിക്ക് താല്പര്യമില്ലായിരുന്നു. അന്നു മുതൽ പിതാവും പുത്രനും തമ്മിൽ മാനസികമായ അകൽച്ചയിലായിരുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ മൻസൂറും കുടുംബവും മൂതിലെ ബംഗ്ലാവിൽ എത്തിച്ചേർന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ടാക്സിയിലാണ് അവർ അവിടെ എത്തിയത്. ബംഗ്ലാവിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് 3-4 ദിവസങ്ങൾക്കുള്ളിൽ അവിടെയുണ്ടായ സംഭവങ്ങൾ മൻസൂർ അറിഞ്ഞത്. പക്ഷേ അത് യാദൃച്ഛികമായി തള്ളിക്കളയാൻ അയാൾ ഒരുക്കമായിരുന്നില്ല. അലന കുളിക്കാനായി ബാത്റൂമിൽ കയറി. കുളിയെല്ലാം കഴിഞ്ഞ് ടർക്കി ടവൽ അഴിച്ച് ഡ്രസ്സിടാൻ നോക്കുമ്പോഴാണ് തനിക്ക് പിന്തിരിഞ്ഞ് പൂർണ്ണ നഗ്നയായി ഒരു സ്ത്രീ നിൽക്കുന്നത് അലന കണ്ടത്. ആരാ? ടർക്കി ടവൽ ചുറ്റിക്കൊണ്ട് അലന ചോദിച്ചു. അവൾ ആ സ്ത്രീരൂപത്തിൻ്റെ തോളത്ത് തട്ടി. ശരീരം തിരിക്കാതെ അവളുടെ തല മാത്രം കഴുത്തിൽ നിന്നും തിരിഞ്ഞു വരുന്നത് കണ്ട് അലന ഞെട്ടിപ്പോയി. നീ ആരാ? ഞാൻ ടെൽമ. അത് പറഞ്ഞവൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അവൾ അലനയുടെ നേരെ തിരിഞ്ഞു, കൈകൾ നീട്ടി. ആ കൈകളിൽ നഖങ്ങൾ നീളുകയും രോമങ്ങൾ വളരുകയും ചെയ്തു. ഒടുവിൽ ചെന്നായയുടെ ശരീരം പോലെ കൈകളിലും കാലുകളിലും നീളമുള്ള രോമങ്ങൾ കിളിർത്തു വന്നു. പെട്ടെന്നവൾ വായ പൊളിച്ചു. കൂർത്ത പല്ലുകൾ ചാടി വന്നു. വായ്ക്കുള്ളിൽ നിന്നും ചോര ഒഴുകുന്നത് കണ്ട് നാവുകൊണ്ട് നുണയുന്നു. അവൾ വേഗം ഷവർ ബാത്ത് ഓൺ ചെയ്തു. പൈപ്പിൽ നിന്നും കൊഴുത്ത ചോര അലനയുടെ ദേഹത്തേക്ക് ചീറ്റി. ടെൽമ ആ ചോര മുഴുവൻ കോരിയെടുത്ത് ആർത്തിയോടെ കുടിച്ചു. എന്നിട്ട് മൃഗത്തിൻ്റേതുപോലെ ഒരു ശബ്ദം കേൾപ്പിച്ചു. പിന്നെ തലമുടിയിൽ ഇരുകൈകളും പിടിച്ച് തോൽ വലിച്ചു കീറി. തല മുട്ടത്തോട് പൊളിക്കുന്നത് പോലെ വലിച്ചു കീറി. തോൾ വരെ തൊലി പറഞ്ഞു പോന്നു. ആ മാംസം ബാത്ടബിലേക്ക് അവൾ വലിച്ചെറിഞ്ഞു. മനുഷ്യ ശരീരത്തിന് പകരം തൊലിയുരിഞ്ഞ ഒരു ചെന്നായയുടെ സിരസായിരുന്നു അത്. 2 നിരയുള്ള പല്ലുകൾ, കൂർത്ത തേറ്റപ്പല്ലുകൾ. അവയ്ക്കിടയിൽ ചോര വലിക്കുന്നു. നാക്കു പുറത്തേക്ക് നീട്ടി ചലിപ്പിക്കുന്നു. ആ കാഴ്ച കണ്ട് നിൽക്കാൻ അലനയ്ക്ക് കരുത്തില്ലായിരുന്നു. അവളുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി. അവൾ ബാത്റൂമിൻ്റെ ടൈൽസിൽ പതിച്ച് തറയിലേക്ക് വീണു. ബാത്റൂമിൽ കയറി ഒരുപാട് സമയം കഴിഞ്ഞിട്ടും അലനയെ കാണാതെ വന്നപ്പോൾ മൻസൂർ ഉറക്കെ വിളിച്ചു. എന്നിട്ടും അനക്കമൊന്നും ഉണ്ടായില്ല. അയാൾ വാതിൽ തള്ളി തുറന്നു. ടൈൽസ് പതിച്ച തറയിൽ അർദ്ധനഗ്നയായി ബോധരഹിതയായി കിടക്കുന്ന അലന. അലന, എന്തുപറ്റി? അയാൾ അവളെ കുലുക്കി വിളിച്ചു. ഉറക്കത്തിൽ നിന്ന പോലെ അവൾ കണ്ണു തുറന്നു. പ്രേതം, ചെന്നായി. അലന മൻസൂറിനെ നോക്കിക്കൊണ്ട് നിലവിളിച്ചു. അലന, നിനക്കെന്തു പറ്റി? അവളെ എഴുന്നേൽപ്പിക്കാൻ സഹായിച്ചുകൊണ്ട് മൻസൂർ തിരക്കി. അവൾ ഉണ്ടായ സംഭവങ്ങൾ പറഞ്ഞു. അത് കേട്ട അയാൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് എന്നിട്ട് പറഞ്ഞു, ഇന്നലെ TV-യിൽ കണ്ട ഹൊറർ ഫിലിമിൻ്റെ ഹാങ് ഓവറാ, സാരമില്ല. അല്ല, സത്യമാണ്. ഈ വീട്ടിൽ പ്രേതബാധയുണ്ട്. നമുക്ക് ഉടനെ പോകാം, അവൾ പുലമ്പി. കൂൾ ഡൗൺ ഡാർലിംഗ്, അയാൾ അവളെ സമാധാനിപ്പിച്ചു. ഉച്ചയൂണിൻ്റെ സമയത്ത് മൻസൂർ ഗസ്നിയോട് മമ്മി പേടകത്തിൻ്റെ കാര്യം തിരക്കി. ഡാഡി, ആ പേടകം ഞാൻ സുഡാനിലേക്ക് കൊണ്ടുപോകട്ടെ? അത് പിന്നെ മോനെ, നീ അത് കൊണ്ടുപോകണ്ട, ഗസ്നി പറഞ്ഞു. അധ്യായം 12. മോനെ, അത് വാങ്ങിയ അന്നു മുതൽ ഡാഡിക്ക് ശനിദേശയാണ്. ആർക്കെങ്കിലും അത് വിൽക്കണം. പേടകം വാങ്ങിയതിനു ശേഷമുണ്ടായ സംഭവങ്ങൾ ഗസ്നി മൻസൂറിനോട് പറഞ്ഞു. അതൊക്കെ ഡാഡിയുടെ അന്ധവിശ്വാസങ്ങളാണ്. മൻസൂർ അവരെയെല്ലാം പുച്ഛിച്ചു തള്ളി. ഉച്ച കഴിഞ്ഞ് ബംഗ്ലാവിൻ്റെ പുറത്ത് ലേണിൽ നിൽക്കുകയായിരുന്നു മൻസൂർ, കൂടെ ബൊച്ചു മുഹമ്മദും. അപ്പോഴാണ് പോർച്ചിൽ കിടന്ന കാർ സ്റ്റാർട്ടായി അവരുടെ നേരെ വന്നത്. ഒരു നിമിഷം ഡ്രൈവർ സ്ഥാനത്തിരിക്കുന്ന ആളെ കണ്ട് മൻസൂർ ഞെട്ടിപ്പോയി.
ചതുപ്പിൽ മുങ്ങി മരിച്ചെന്ന് ഡാഡി പറഞ്ഞ സാലി ഫ്രോഡർ. പെട്ടെന്ന് മൻസൂർ മുഹമ്മദിന്റെ ഭാര്യ എടുത്തുകൊണ്ട് വെട്ടിമാറി. കാർ പാഞ്ഞു വന്ന് സിറ്റൗട്ടിന്റെ ഭിത്തിയിലിടിച്ച് പപ്പടം പോലെ പൊടിഞ്ഞുപോയി. രക്തം ഒലിച്ചുകൊണ്ട് സാലി ഫ്രോഡർ എഴുന്നേറ്റ് ആടിയാടി മൻസൂറിന് നേരെ വന്നു. മൻസൂർ മുറ്റത്തെ പൂച്ചെടികൾ കട്ട് ചെയ്യുന്ന നീളമുള്ള കത്രിക എടുത്തു. അപ്പോൾ സാലി ഫ്രോഡർ ഒരു ചെന്നായിയെ പോലെ പല്ലിളിച്ചുകൊണ്ട് മുഹമ്മദിന് നേരെ ചാടി വീണു. മൻസൂറിന്റെ കയ്യിൽ നിന്നും മുഹമ്മദ് താഴെ വീണു. അവൻ പേടിച്ചു നിലവിളിച്ചു. സാലി ഫ്രോഡർ അവന്റെ മുകളിലേക്ക് വീണു. പേ പിടിച്ച നായയെപ്പോലെ അയാൾ മുഹമ്മദിനെ കടിച്ചു മുറിവേൽപ്പിച്ചു. അതുകണ്ട് മൻസൂർ നടുങ്ങി നിന്നു. അപ്പോൾ അലന ഒരു വടിവാളുമായി ഓടി വന്നു. നമ്മുടെ കുഞ്ഞ്. അലന വാളെടുത്ത് സാലി ഫ്രോഡറിന്റെ കൈ കാഞ്ഞു വെട്ടി. ആ വലതുകരം മുട്ടിന് താഴെ വെച്ച് അറ്റു ദൂരേക്ക് തെറിച്ചു വീണു. സാലി ഫ്രോഡർ നിലത്തുകൂടി ഇഴഞ്ഞു നിന്ന് മുറിക്കപ്പെട്ട കൈ എടുത്തുകൊണ്ടുവന്ന് എഴുന്നേറ്റു. മുട്ടിന് താഴെ ചെതിക്കപ്പെട്ട സ്ഥാനത്ത് മുറിഞ്ഞ കൈ അയാൾ ചേർത്ത് വെച്ചു. അതവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതും പഴയതുപോലെ ചലിക്കുന്നതും അവൾ കണ്ടു. ചെകുത്താൻ! അലറിക്കരഞ്ഞുകൊണ്ട് അലന മുഹമ്മദിനെ കോരിയെടുത്തു. അലർച്ച കേട്ടുകൊണ്ട് വേലക്കാർ ഓടി വന്നു. സാലി ഫ്രോഡറിനെ കണ്ട് അവർ ഭയന്നുപോയി. ചെന്നായിയുടെ ഭാവഭേദങ്ങളായിരുന്നു അയാളുടെ മുഖത്തപ്പോൾ. മൻസൂർ ചെഴിവെട്ടുന്ന കത്രിക ഉപയോഗിച്ച് അയാളുടെ തലക്കിട്ട് ആഞ്ഞടിച്ചു. സാലി ഫ്രോഡറിന്റെ തലയ്ക്കുൾ പുറത്തുനിന്നും ആവരണം കീറി കൊഴുത്ത ചോര ഒഴുകി. അപ്പോൾ അയാളുടെ മുഖം വലിയൊരു ചെന്നായുടേതുപോലെയായി തീർന്നിരുന്നു. നീണ്ട നഖമുള്ള കൈ ഉപയോഗിച്ച് അയാൾ തലയുടെ പുറത്തുള്ള തൊലി പറിച്ചു കീറി. മഴയത്ത് കിടന്ന ചീഞ്ഞ മൃഗത്തിൻ്റേതുപോലെ ഒരു തരം കൊഴുപ്പായിരുന്നു ആ തല നിറയെ. വേലക്കാർ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി സാലി ഫ്രോഡറിന് നേരെ വന്നു. ഗത്യന്തരമില്ലാതെ അയാൾ പിന്തിരിഞ്ഞ് ചതുപ്പിന്റെ ഭാഗത്തേക്കോടി. അവിടെ എത്തിയപ്പോൾ സാലി ഫ്രോഡർ ചതുപ്പിലേക്ക് ചാടി. അയാൾ ചെളിയിൽ താഴ്ന്നുപോയി. ഈ രംഗങ്ങളെല്ലാം കണ്ടുകൊണ്ട് മുഹമ്മദ് ഗസ്നി ടെറസിൽ നിൽപ്പുണ്ടായിരുന്നു. മമ്മി പേടകത്തിന്റെ ശാപം തന്നെയും ബാധിച്ചു കഴിഞ്ഞുവെന്ന് അയാൾക്ക് മനസ്സിലായി. ഗ്രിഗറി ബ്രൗണിന്റെ വീട്ടിൽ ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ താൻ പുച്ഛിച്ചു തള്ളി. പക്ഷേ ഇപ്പോൾ ഇതാ തൻ്റെ വീട്ടിലും ഒരേ സംഭവങ്ങൾ ഉണ്ടായപ്പോഴും അത് തികച്ചും യാദൃച്ഛികമാണെന്ന് വിശ്വസിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ എല്ലാം മനസ്സിലാകുന്നു. മാത്രമല്ല സ്ട്രോങ് വുഡിന്റെ ആത്മാവിന്റെ പ്രതികാരവും കാണും. വിഷമത്തോടെ ഗസ്നി കൈവിരലുകൾ കൂട്ടിത്തിരുമ്മി. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ല. ഇപ്പോഴോ? പേടി മാറാത്ത മുഖത്തോടെ അലന മൻസൂറിനോട് പറഞ്ഞു. ധീരനായ അയാൾക്ക് പോലും മറുപടി പറയാനുണ്ടായിരുന്നില്ല. നാളെ രാവിലെ തന്നെ നീ നശിച്ചെടുത്തൊന്നും സ്ഥലം വിടണം, അല്ലെങ്കിൽ സുഡാനിലെത്താൻ നമ്മളാരും ബാക്കിയുണ്ടാവില്ല. അലന ദേഷ്യത്തോടെ തൻ്റെ മുറിയിലേക്ക് പോയി. മുഹമ്മദ് ഗസ്നിയുടെ വീട്ടിലുണ്ടായിരുന്ന സംഭവങ്ങൾ പല പത്രക്കാരും മണത്തറിഞ്ഞു. ഈവനിംഗ് ടൈംസിലെ റിപ്പോർട്ടറും ഫോട്ടോഗ്രാഫറും ബംഗ്ലാവിലെത്തി. ഫോട്ടോഗ്രാഫർ എഡ്വാർഡ് മമ്മി പേടകത്തിന്റെ വിവിധ ആംഗിളുകളിലുള്ള ഫോട്ടോകൾ എടുത്തു. സ്റ്റാഫ് റിപ്പോർട്ടർ ജനാദൻ വളരെ വിശദമായി ഒരു റിപ്പോർട്ടും തയ്യാറാക്കി. അവർ നന്ദി പറഞ്ഞ് കാറിൽ കയറി ഓടിച്ചുപോയി. അന്നു രാത്രി എഡ്വാർഡ് താനെടുത്ത ഫോട്ടോകളുടെ പ്രിന്റ് എടുക്കാനായി ഡാർക്ക് റൂമിൽ കയറി. ഫിലിം ഡെവലപ്മെന്റ് ചെയ്തു നോക്കിയ എഡ്വാർഡ് ഞെട്ടിപ്പോയി. ഒരു ഭീകരരൂപിയുടെ മുഖമായിരുന്നു ഫിലിമിൽ. താനെടുത്ത മമ്മി പേടകത്തിന്റെ ചിത്രങ്ങളുടെ സ്ഥാനത്ത് ചോര മരവിപ്പിക്കുന്ന ഒരു ഭീകരജീവി. അയാൾ പ്രിന്റ് അടിച്ചു നോക്കി. നെഞ്ചിനുള്ളിൽ ഒരു ഇടിവാൾ മുന്നി. ആ ഭീകരജീവി തന്നെ നോക്കി പല്ലിളിക്കുന്നതായി എഡ്വാർഡിന് തോന്നി. അയാളുടെ മാനസിക നിലയ്ക്ക് തകരാറ് സംഭവിച്ചു. മമ്മിയുടെ പ്രേതം തൻ്റെ കഴുത്തു ഞെരിക്കാൻ വരുന്നത് പോലെ അയാൾക്ക് തോന്നി. അലറിക്കൊണ്ട് എഡ്വാർഡ് ഓടി മേശവലപ്പിൽ നിന്നും റിവോൾവർ എടുത്തു. അപ്പോൾ പുറത്ത് മഴ പെയ്യുവാൻ തുടങ്ങി. തോക്കുമായി അയാൾ മഴയത്തേക്ക് എടുത്തു ചാടി. എന്നിട്ട് അട്ടഹസിച്ചുകൊണ്ട് പുറത്തേക്കോടി. ജനാദൻ തൻ്റെ മുറിയിലിരുന്ന് റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നു. അയാളുടെ ഭാവനയിൽ നിറം പിടിച്ചതാണ് സംഭവങ്ങൾ എഴുതിയത്. ഇത് വായിച്ച ആളുകൾ ഞെട്ടണം. പത്രത്തിൻ്റെ സർക്കുലേഷൻ കുത്തനെ വരും. എഡ്വാർഡ് എടുത്ത ഫോട്ടോ കൂടിച്ച് വരുമ്പോൾ ഈ ഒരു കലക്കും. ജനാദൻ വാച്ചിലേക്ക് നോക്കി. 12:30. എഡ്വാർഡ് ഇതുവരെ വിളിച്ചില്ലല്ലോ. അയാൾ എണീറ്റ് ഫോൺ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ പുറത്ത് മഴയത്ത് കൂടി ആരോ പാഞ്ഞു വരുന്നത് കണ്ടു. അയാൾ അട്ടഹസിച്ചുകൊണ്ടാണ് വരുന്നത്. വാതിലിൽ ആരോ തട്ടി. ജനാദൻ ചെന്ന് വാതിൽ തുറന്നു. ആദ്യം കണ്ടത് തോക്കിൻ കുഴലാണ്. ആരാ? പേടിയോടെ ജനാദൻ പിന്നിലേക്ക് മാറിയപ്പോൾ എഡ്വാർഡ് അകത്തേക്ക് കയറി. എഡ്വാർഡ്, ഇതെന്തു പറ്റി? ചിരിച്ചുകൊണ്ട് ജനാദൻ തിരക്കി. മമ്മിയുടെ പ്രേതം എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. നമുക്കിനി രക്ഷയില്ല. പറഞ്ഞു കഴിഞ്ഞതും ജനാദൻ നേരെ അയാൾ കാഞ്ചി വലിച്ചു. ഒരർച്ചയോടെ ജനാദൻ പിന്നിലേക്ക് മറഞ്ഞു വീണു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് സ്വന്തം തലയ്ക്ക് നേരെ എഡ്വാർഡ് വെടിവെച്ചു. ഒരലർച്ചയോടെ അയാളും ജനാദൻ്റെ ശരീരത്തിലേക്ക് വീണ് നിശ്ചലമായി. രാത്രി ദാഹിച്ച് തൊണ്ട വരണ്ട് പൊട്ടുന്നത് പോലെ തോന്നിയപ്പോഴാണ് മൻസൂർ ഉറക്കമുണർന്നത്. അയാൾ എണീറ്റ് ബെഡ് ലാമ്പ് ഓൺ ചെയ്തു. അലന! അയാൾ അടുത്ത് കിടന്നതിൻ്റെ ഭാര്യയെ കുലുക്കി വിളിച്ചു. പക്ഷേ അവൾ അനങ്ങുന്നുണ്ടായിരുന്നില്ല. അലന! അവളുടെ ബെഡ്ഷീറ്റ് നീക്കി. അടുത്ത നിമിഷം മൻസൂർ ഞെട്ടിപ്പോയി. അലനയുടെ സ്ഥാനത്ത് അവൾ, ടെൽമ. പൂർണ്ണ നഗ്നയായി ടെൽമ കിടക്കുന്നു.
ചാടി എണ്ണിട്ട് മൻസൂറിനെ അവൾ വലിച്ച് ബെഡിലേക്കിട്ടു. എവിടെ? അലനയും മോനും. അലന! അയാൾ ഉറക്കെ നിലവിളിച്ചു. പക്ഷെ അതിനു മുമ്പ് ടെൽമ അയാളെ വാരിപ്പുണർന്നു. എന്നിട്ട് തൻ്റെ കൂർത്ത നഖങ്ങൾ മാരടങ്ങളുടെ നടുവിൽ കുത്തിയിറക്കി മുകളിലേക്ക് വലിച്ചു. നെഞ്ചു പിളർന്ന് രക്തം പൈപ്പിൽ നിന്നെന്ന പോലെ ചീറ്റി. അവൾ നെഞ്ചിൻ കൂടിനകത്തേക്ക് വിരൽ കടത്തി ഹൃദയം വലിച്ചു പറിച്ചെടുത്തു. ആ കാഴ്ച കണ്ട് മൻസൂർ ഞെട്ടി കണ്ണുകളടച്ചു. നെഞ്ചിൽ നിന്നും ചീറ്റിയ കൊഴുത്ത ചോരയിലേക്ക് അവൾ മൻസൂറിൻ്റെ മുഖം ഫലമായി അമർത്തിപ്പിടിച്ചു. പച്ചച്ചോരയുടെ മരം പഠിപ്പിക്കുന്ന ഗന്ധം അയാളുടെ നാസരന്ധ്രങ്ങളിലേക്ക് അടിച്ചു കയറി. തല ചുറ്റുന്നത് പോലെ മൻസൂറിന് തോന്നി. അയാൾ അവളെ കുടഞ്ഞു തെറിപ്പിച്ചു. അപ്പോൾ അവൾ ഹൃദയം വായിലേക്കിട്ട് കടിച്ചു ചവച്ചു. അത് കണ്ട് തല തിരിച്ച മൻസൂർ പുറത്തു നിന്നും ആരോ നിലവിളിക്കുന്നത് കേട്ട് മുറ്റത്തേക്ക് കുതിച്ചു. ദൂരെ ചതുപ്പിൻ്റെ ഭാഗത്തു നിന്നുമായിരുന്നു നിലവിളി കേട്ടത്. അലനയുടെ മുഹമ്മദിൻ്റെ നിലവിളി അയാൾ തിരിച്ചറിഞ്ഞു. ഒരു ഭ്രാന്തനെ പോലെ മൻസൂർ അങ്ങോട്ട് ഓടിച്ചെന്നു. ചതുപ്പിന് മുന്നിലെത്തിയ അയാൾ ആ കാഴ്ച കണ്ടു തുടങ്ങി. സാലിഫ്രോഡിൻ്റെ പ്രേതം അലനയും മോളിനെയും ചതുപ്പിൽ പിടിച്ച് താത്തിക്കൊണ്ടിരിക്കുന്നു. നോ! സർവശക്തിയും സംഭരിച്ച് മൻസൂർ ചതുപ്പിലേക്ക് എടുത്തു ചാടി. അപ്പോൾ അന്തരീക്ഷത്തിൽ ടെൽമയുടെയും സാലിഫ്രോഡറിൻ്റെയും അട്ടഹാസം മുഴങ്ങിക്കിട്ടു. അലനും മുഹമ്മദിനുമൊപ്പം മൻസൂറും ചതുപ്പിലേക്ക് താഴ്ന്നുപോയി. രാവിലെ വിവരമറിഞ്ഞ മുഹമ്മദ് ഗസ്നി ബോധം കെട്ടു വീണു. വേലക്കാർ അദ്ദേഹത്തെ കോരിയെടുത്ത് ബെഡിൽ കിടത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗസ്നി കണ്ണു തുറന്നു. എൻ്റെ മക്കൾ! അയാൾ തേങ്ങിക്കരഞ്ഞു. മുഹമ്മദ് ഗസ്നി തൻ്റെ പരിചാരകരെ വിളിച്ചിട്ട് പറഞ്ഞു, ആ മമ്മി പേടകം എടുത്തുകൊണ്ടുവന്ന് ഗാർഡനിൽ വെക്കൂ. അവർ അല്പസമയത്തിനുള്ളിൽ ക്ലിയോപാട്രയുടെ മമ്മി പേടകം എടുത്തുകൊണ്ടുവന്നു. കാർ പോർച്ചിൽ നിന്നും പെട്രോൾ ടിന്നും എടുത്തുകൊണ്ടുവാ, ഗസ്നി കൽപ്പിച്ചു. പരിചാരകർ അനുസരിച്ചു. ഗസ്നി ടിന്നിൽ നിന്നും പെട്രോൾ മമ്മി പേടകത്തിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു. പേടകം മുഴുവൻ പെട്രോളിൽ മുക്കി. അയാൾ ഒരു സിഗാർ ലൈറ്റർ ഉറച്ച് പേടകത്തിലേക്ക് വെച്ചു. ആകാശത്തൊരു തീഗോളം പോലെ അഗ്നിനാളകങ്ങൾ പേടത്തെ പൊതിഞ്ഞു. ക്രൂരമായ സന്തോഷത്തോടെ ഗസ്നി അത് നോക്കി നിന്നു. അന്തരീക്ഷത്തിൽ ദുഷ്ടാത്മാക്കളുടെ ദീനരോധനങ്ങൾ മുഴങ്ങി. അടുത്ത നിമിഷം അത് സംഭവിച്ചു. ബംഗ്ലാവിൻ്റെ ടെറസിൽ കുർത്തി നിർത്തിയിരുന്ന ഇരുമ്പ് പൈപ്പ് ഒടിഞ്ഞ് താഴേക്ക് വീണു. ഒരു ശൂലം പോലെ താഴേക്ക് പാഞ്ഞു വന്ന ഇരുമ്പ് പൈപ്പ് മുഹമ്മദ് ഗസ്നിയുടെ നെഞ്ചു തുളച്ച് അപ്പുറം കടന്നു. ഗസ്നി ഒന്ന് പിടഞ്ഞു. പിന്നെ ആ ശരീരം നിശ്ചലമായി. മമ്മി പേടകം മുഴുവൻ അഗ്നി കാർന്നു തിന്നു. വലിയൊരു സ്ഫോടനമുണ്ടായി. ഗസ്നിയുടെ ബംഗ്ലാവ് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ മുഴുവൻ തകർന്നടിഞ്ഞു. വേലക്കാരിൽ 1-2 പേർ ഒഴിച്ച് ബാക്കിയെല്ലാവരും വെന്തു മരിച്ചു കഴിഞ്ഞു. മമ്മി പേടകത്തിൻ്റെ ദുരന്തത്തിന് ഇരയായി തീർന്നവരുടെ ആത്മാക്കൾ ആകാശത്തുകൂടെ പറന്നു വന്ന് അഗ്നിജ്വാലകളിൽ വീണ് അപ്രത്യക്ഷമായി. മമ്മിയുടെ ശക്തി നശിച്ചതോടെ പ്രേതാത്മാക്കളും ഇല്ലാതായി. പ്രിയമുള്ളവരെ, ഈ നോവൽ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നാളെ മുതൽ നമ്മൾ അടിപൊളിയൊരു നോവലുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.